എന്താണ് പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ഡിവോഴ്സ്? അതായത് മ്യൂച്വൽ ഡിവോഴ്സ്. മ്യൂച്വൽ ഡിവോഴ്സ് എങ്ങനെയാണ് ലഭിക്കുന്നത്? മ്യൂച്വൽ ഡിവോഴ്സ് ലഭിക്കുന്നതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഒരുപാട് ആളുകൾ സംശയം ചോദിച്ചിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിനെക്കുറിച്ചാണ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഡിവോഴ്സ് രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് മ്യൂച്വൽ ഡിവോഴ്സും മറ്റൊന്ന് കണ്ടസ്റ്റിംഗ് ഡിവോഴ്സും. മ്യൂച്വൽ ഡിവോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പര സമ്മതത്തോടു കൂടി രണ്ടുപേരും ഒരുമിച്ച് ഒരു പെറ്റീഷനായിട്ട് കോടതിയിൽ ഫയൽ ചെയ്യുന്നതിനെയാണ് മ്യൂച്വൽ ഡിവോഴ്സ് എന്ന് പറയുന്നത്. കണ്ടസ്റ്റിംഗ് ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ മാത്രം ഇഷ്ടപ്രകാരം ഒരാൾ ഒറ്റയ്ക്ക് വൺ സൈഡായിട്ട് ഫയൽ ചെയ്യുന്നതിനെയാണ് കണ്ടസ്റ്റിംഗ് ഡിവോഴ്സ് എന്ന് പറയുന്നത്. കണ്ടസ്റ്റിംഗ് ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ പരസ്പര സമ്മതമില്ലാതെ ഒരാളുടെ മാത്രം ഇഷ്ടപ്രകാരം വൺ സൈഡായിട്ട് കോടതിയിൽ ഫയൽ ചെയ്യുന്നതിനെയാണ് കണ്ടസ്റ്റിംഗ് ഡിവോഴ്സ് എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് മ്യൂച്വൽ ഡിവോഴ്സ് ആണ്. കാരണം രണ്ടു പേർക്കും ഇനി ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാവുമ്പോഴാണല്ലോ ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ രണ്ടുപേരും പരസ്പരം സംസാരിച്ച് ഒരു ധാരണയിലെത്തി സൗഹാർദ്ദപരമായി പിരിയുന്നതാണ് നല്ലത്. അങ്ങനെ അല്ലാത്ത പക്ഷം മാത്രം കണ്ടസ്റ്റിംഗ് ഡിവോഴ്സിലേക്ക് കടക്കുക. രണ്ടുപേർക്കും ഡിവോഴ്സ് ആവശ്യമാണെങ്കിൽ രണ്ടുപേരും പരസ്പരം സംസാരിച്ച് ഒരു ധാരണയിലെത്തി, കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുക, പരസ്പരം കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചും ഒരു ധാരണയിലെത്തുക. അതിനുശേഷം മ്യൂച്വൽ ഡിവോഴ്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ വരുന്നതാണ് കണ്ടസ്റ്റിംഗ് ഡിവോഴ്സ്. കണ്ടസ്റ്റിംഗ് ഡിവോഴ്സ് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവും. ഒന്നാമത് സ്ട്രെസ്, അതേപോലെ സാമ്പത്തിക നഷ്ടം, പോരാത്തതിന് കാലതാമസം. കോടതിയിൽ വരുന്ന കാലതാമസമാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. വർഷങ്ങളോളം എടുത്തേക്കാം ഈ കണ്ടസ്റ്റിംഗ് ഡിവോഴ്സ് ഫയൽ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഡിവോഴ്സ് ലഭിക്കാൻ. മാത്രമല്ല, കോടതിയിൽ ഈ കേസ് നിലനിൽക്കുന്ന കാലയളവിലൊക്കെയും നിങ്ങൾ കോടതിയിൽ ഹാജരാവേണ്ടതായിട്ടുമുണ്ട്. ഇനി താഴെ കോടതിയിൽ വിധി വന്ന് വീണ്ടും അപ്പീൽ പോയി കഴിഞ്ഞാൽ വീണ്ടും ഈ ഡിവോഴ്സ് കിട്ടുന്നതിനുള്ള കാലയളവിൽ വ്യത്യാസം വരും. അതുകൊണ്ടാണ് മ്യൂച്വൽ ഡിവോഴ്സ് ഫയൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത്. നിങ്ങൾ പരസ്പര സമ്മതത്തോടു കൂടി മ്യൂച്വൽ ഡിവോഴ്സിലേക്ക് കടക്കുകയാണെങ്കിൽ അതാവും ഏറ്റവും ഉചിതം. അപ്പോൾ ഈ മ്യൂച്വൽ ഡിവോഴ്സിലേക്ക് കടക്കുമ്പോഴാണ് പല ആളുകൾക്കും ഒരുപാട് സംശയങ്ങൾ വരുന്നത്. അതായത് രണ്ടുപേർക്കും വേറെ വേറെ അഡ്വക്കേറ്റ്സ് വേണോ? എത്ര കാലയളവിനുള്ളിൽ ഡിവോഴ്സ് ലഭിക്കും? ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തതിന് ശേഷം ഒരാൾ കാലുമാറി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നൊക്കെ. പരസ്പര സമ്മതത്തോടു കൂടി കോടതിയിൽ മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തതിനു ശേഷം കോടതിയിൽ ആരെങ്കിലും ഒരാൾ ഡിവോഴ്സിന് തയ്യാറല്ല എന്ന് പറയുകയാണെങ്കിൽ കോടതി ഡിവോഴ്സ് അനുവദിക്കുന്നതല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡിവോഴ്സ് ലഭിക്കുന്നതിന് ആകെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടസ്റ്റിംഗ് ഡിവോഴ്സുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷൻ പരസ്പര സമ്മതത്തോടുകൂടി മാത്രം ഫയൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരിക്കലും ഒരാളെ ത്രട്ടൺ ചെയ്തുകൊണ്ടോ എന്തെങ്കിലും വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടോ അവരെ നിർബന്ധിച്ചുകൊണ്ടോ മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യരുത്. അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് അവർ കോടതിയിൽ എത്തുമ്പോൾ മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിവോഴ്സ് ലഭിക്കില്ല. രണ്ടുപേരുടെയും കൺസെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ കോടതി ഡിവോഴ്സ് അനുവദിക്കുകയുള്ളൂ. കോടതിയിൽ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തതിനു ശേഷം എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വിധി വരുന്നതിന് മുൻപായി നിങ്ങൾക്ക് ഡിവോഴ്സിന് തയ്യാറല്ലെങ്കിൽ അത് അറിയിക്കാവുന്നതാണ്. കോടതി വിധി പറയുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഡിവോഴ്സിന് തയ്യാറല്ലെങ്കിൽ അത് കോടതിയെ ധരിപ്പിച്ചു കഴിഞ്ഞാൽ കോടതി ഉറപ്പായും ആ ഡിവോഴ്സ് കേസ് ഡിസ്മിസ് ചെയ്യുന്നതാണ്. മ്യൂച്വൽ ഡിവോഴ്സ് ആണ് ഫയൽ ചെയ്യുന്നതെങ്കിൽ പരസ്പരം സംസാരിച്ച് രണ്ടുപേർക്കും വിവാഹമോചനത്തിന് താല്പര്യമുണ്ടെങ്കിൽ മാത്രം മ്യൂച്വൽ ഡിവോഴ്സ് ഫയൽ ചെയ്യുക. കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളുടെ കസ്റ്റഡിയെ സംബന്ധിച്ച കാര്യങ്ങളിൽ ഒരു ധാരണയിൽ എത്തുക. മാത്രമല്ല, ഇനി എന്തെങ്കിലും കൊടുക്കൽ വാങ്ങലുകൾ, അതായത് സ്വർണമോ പണമോ എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ കൊടുക്കാനുണ്ടെങ്കിൽ അതിലും ഒരു ധാരണയിൽ എത്തിയതിനു ശേഷം മാത്രം കോടതിയിൽ മ്യൂച്വൽ ഡിവോഴ്സ് ഫയൽ ചെയ്യുക. പരസ്പരം ഇനി ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കില്ല എന്ന് ഉറപ്പുള്ള ആളുകൾ വഴക്കിട്ടും തല്ലുപിടിച്ചും ജീവിക്കാതെ സൗഹാർദ്ദപരമായി വേർപിരിയുന്നത് തന്നെയാണ് നല്ലത്. മ്യൂച്വൽ ഡിവോഴ്സ് ആവുമ്പോൾ നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാവില്ല, അതേപോലെ സമയലാഭം ഉണ്ടാവും. മാത്രമല്ല, കണ്ടസ്റ്റിംഗ് ഡിവോഴ്സ് ആവുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വർഷങ്ങളോളം കോടതിയിൽ കയറി ഇറങ്ങി സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ അനുഭവിച്ച് വളരെ സാമ്പത്തിക നഷ്ടവും ഉണ്ടാവും. എന്നാൽ മ്യൂച്വൽ ഡിവോഴ്സിലാവട്ടെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കുറഞ്ഞ കാലയളവിൽ സാമ്പത്തിക നഷ്ടമൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഡിവോഴ്സ് ലഭിക്കുന്നതാണ്.
അപ്പോൾ ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ള ആളുകൾ പരസ്പരം സംസാരിച്ച് നല്ലൊരു തീരുമാനമെടുക്കുക. അപ്പോൾ എല്ലാവരുടെയും സംശയങ്ങൾ തീർന്നു എന്ന് വിചാരിക്കുന്നു. ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.